here comes, okay? So is it clear? Did you understand how to find inverse Laplace transform using partial fraction of unrepeated factors? Oh, unrepeated factor and repeated factor. രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? Clear ആണോ അത്? Partial fraction. Is it clear? Okay. So you have one more case, that is unrepeated complex factor. Complex factors വന്നു കഴിഞ്ഞാൽ how can we find the inverse Laplace transform? നമ്മൾ എന്താ ചെയ്യുന്നുണ്ടായ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്കതിൽ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ഓർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ we are factorizing that equation using the roots of that quadratic equation. So the root can be what? Either two distinct root, അല്ലെങ്കിൽ single double root or complex root. അപ്പം ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരുന്ന സമയത്താണ് നമുക്ക് അൺറിപ്പീറ്റഡ് ഫാക്ടേഴ്സ് ഉണ്ടാകുന്നത്. കാരണം എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട്സ് ആണ്. ഡിഫറെൻറ്റ് റൂട്ട്സ് ആകുമ്പം ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കേസസ് നമുക്ക് ഒരു റൂട്ട് മാത്രം കിട്ടുക. ഒരു റൂട്ട് മാത്രം കിട്ടുക എന്ന് പറയുമ്പം മറ്റേ റൂട്ടും അത് തന്നെയായിരിക്കും. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ഫാക്ടർ. നമ്മൾ ഫാക്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേപോലത്തെ ഫാക്ടർ ആയിരിക്കും പിന്നെയും കിട്ടുക. സോ ദാറ്റ് ഈസ് റിപ്പീറ്റഡ് ഫാക്ടർ. ഇനി മൂന്നാമത്തെ കേസ് വന്നിട്ട് ഇഫ് യു ഹാവ് ദി റൂട്ട് ഓഫ് ദി ഇക്വേഷൻ ഇസ് കോംപ്ലെക്സ് റൂട്ട്. കോംപ്ലെക്സ് റൂട്ട് ആണെങ്കിൽ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം? ഓക്കെ, സോ ലിസൺ, നമുക്കത് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ഇറ്റ് ഇസ് വെരി ഈസി. Okay, so case 3, unrepeated complex root. Okay, so the question is find L inverse of 3s plus 1 divided by s minus 1 into s square plus 1. Okay, so this is your question. The question, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് യു ഹാവ് ടു ലുക്ക് അറ്റ് ദിസ് ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ആണ് നമ്മൾ എപ്പോഴും പാർഷ്യൽ ഫ്രാക്ഷൻ നോക്കേണ്ടത്. അപ്പം ഇവിടെ എസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫാക്ടറൈസ്ഡ് ഫോമിലാണുള്ളത് അല്ലേ? എസ് മൈനസ് എ ഫോമിൽ വരുന്നതിനെ നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓഫ് ദി ഫോം എസ് മൈനസ് എ, അതായത് എസ് മൈനസ് വൺ ഇത് ഫാക്ടറാണ്. അപ്പം നമ്മൾ ഇനി ഇതിനെ ഒന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ ഇക്വേഷൻ ഇസ് വാട്ട്? എസ് സ്ക്വയർ പ്ലസ് വൺ. അപ്പം ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ അല്ലെ? എസ് സ്ക്വയർ വന്നു, അതുകൊണ്ട് ഇതൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. നമ്മൾ സോൾവ് ചെയ്തിട്ട് ഫാക്ടറൈസ് ചെയ്യണം. സോ എസ് സ്ക്വയർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു 0. Okay, so s square is equal to what? Minus 1. So s is equal to what? Plus or minus root minus 1. So this is plus or minus root minus 1 എന്ന് പറഞ്ഞാൽ എന്താ? I ആണ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? കോംപ്ലെക്സ് റൂട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലെക്സ് റൂട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒന്നും നമ്മൾ ഫാക്ടറൈസ് ചെയ്യേണ്ട, ഇതിനെ അതേപോലെ നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, സോ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക്. 3s plus 1 divided by s minus 1 into s square plus 1 equal to, എങ്ങനെ നമ്മൾ ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതുക? ആദ്യം s minus a. s minus a is what? an unrepeated factor. ഒരു അൺറിപ്പീറ്റഡ് ഫാക്ടറാണ് s minus 1 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫ്രാക്ഷൻ എഴുതാം, എസ് മൈനസ് വൺ, എപ്പോഴും നമ്മൾ സാധാരണ എഴുതുന്ന പോലെ. പ്ലസ് ഈ രണ്ടാമത്തെ ആളാണ്, ഇറ്റ് ഇസ് കോംപ്ലെക്സ് ഫാക്ടർ. കോംപ്ലെക്സ് റൂട്ടാണ് നമുക്കിതിന് കിട്ടുന്നത്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ എ നമ്മൾ ഓൾറെഡി എഴുതി. സോ ബി എസ് പ്ലസ് സി ഇങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നില്ലെങ്കിൽ ദെൻ വി ഹാവ് ടു റൈറ്റ് ദ ന്യൂമറേറ്റർ ലൈക്ക് ദിസ്, ബി എസ് പ്ലസ് സി. ഓക്കെ, ഡിനോമിനേറ്ററിൽ എന്ത് വരും? അതിന് അതേപോലെ എഴുതുക. ഓക്കെ, നിങ്ങളിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെല്ലാം നിങ്ങൾ ഫാക്ടറൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ എസ് സ്ക്വയർ പ്ലസ് വണ്ണിനെ ഫാക്ടറൈസ് ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ് ഹാസ് കോംപ്ലെക്സ് റൂട്ട്.
Okay, so we can write like this bs plus c divided by s square plus 1. ഇത്രയും ക്ലിയർ ആണോ? ഒന്നുമില്ല, നമ്മൾ എന്തേ ചെയ്തുള്ളൂ, പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് എഴുതുന്നത്. സോ ഹിയർ എസ് മൈനസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ബൈ എസ് മൈനസ് വൺ എഴുതി. പ്ലസ് ഹിയർ എസ് സ്ക്വയർ പ്ലസ് വൺ, വി ആർ നോട്ട് ഫാക്ടറൈസിങ് ദിസ് എസ് സ്ക്വയർ പ്ലസ് വൺ സിൻസ് ദ റൂട്ട് ഇസ് എ കോംപ്ലെക്സ് റൂട്ട്. ദെൻ വി ക്യാൻ റൈറ്റ് ദി ഫ്രാക്ഷൻ എസ് ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. സോ ഇനി എന്താ വേണ്ടത്, നമുക്ക് എൽ സി എം ചെയ്യാനുണ്ട്. സോ എൽ സി എം എന്താ ഇവിടെ, എസ് മൈനസ് വൺ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് വൺ. Okay, so we have to change all this denominator into s minus 1 into s square plus 1. So here we get s 3s plus 1 divided by s minus 1 into s square plus 1 is equal to a by s minus 1. ഇവിടെ എസ് മൈനസ് വൺ ആണുള്ളത്, ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ വി വാണ്ട് എസ് സ്ക്വയർ പ്ലസ് വൺ. സോ മൾട്ടിപ്ലൈ എസ് സ്ക്വയർ പ്ലസ് വൺ. ഓക്കെ, അപ്പം ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ ന്യൂമറേറ്റർ ഓൾസോ. പ്ലസ് ബി എസ് പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് വൺ. Okay, now here it is s square plus 1, so we want this s minus 1, so multiply by s minus 1. Denominators എല്ലാം ഈക്വലൈസ് ചെയ്തില്ലേ? then we can equate the numerator, that is 3s plus 1 equal to a into s square plus 1 plus bs plus c into s minus 1. Okay, so this is our equation. ഇനി നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് 3 കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാനുണ്ട്, ദാറ്റ് ഈസ് എ ബി ആൻഡ് സി അല്ലേ. നമ്മൾ എങ്ങനെ എ ബി സി കണ്ടുപിടിക്കുന്നത്? ഇതിൻ്റെ റൂട്ട്സ് എസ്സിന് ഓരോ വാല്യൂസ് കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ എസ്സിന് റൂട്ട്സ് എന്തൊക്കെയാണ്? ഹിയർ എസ് മൈനസ് വൺ ഇസ് എ ഫാക്ടർ, അപ്പം വണ്ണ് ഒരു റൂട്ടാണ്. സോ വി ക്യാൻ ഗിവ് വൺ, എസ്സിന് നമുക്ക് വണ്ണ് കൊടുക്കാം. സോ നെക്സ്റ്റ് ഇസ് എസ് സ്ക്വയർ പ്ലസ് വൺ. എസ് സ്ക്വയർ പ്ലസ് വൺ മീൻസ് ഇറ്റ് ഹാസ് കോംപ്ലെക്സ് റൂട്ട് ആണ്. കോംപ്ലെക്സ് റൂട്ടിന് നമുക്കിവിടെ കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, സോ നമുക്ക് ആകെ എസ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ വൺ ആണ്. ആ വണ്ണ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, സോ എങ്ങനെ നമ്മൾ ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുക? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? മെത്തേഡ് ഓഫ് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇത് ഫുൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ട് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. വി ക്യാൻ ഇക്വേറ്റ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ആൻഡ് വി ക്യാൻ ഇക്വേറ്റ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോൺസ്റ്റൻറ്റ്. അപ്പം അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ദി വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി. ഓക്കെ, അത് നമുക്ക് എസ്സിന് വണ്ണ് കൊടുത്തിട്ട് ഏതെങ്കിലും കിട്ടുമോയെന്ന് നോക്കാം. എസ്സിന് വണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആൻസറാണ് കിട്ടുമോയെന്ന് നോക്കാം. ഓക്കെ, so put s is equal to 1. അപ്പോൾ എന്ത് വരും? 3s plus 1, that is 3 into 1 plus 1 equal to a into 1 square is 1 plus 1. ഇവിടെ എന്താ 1 കൊടുത്താൽ it is 1 minus 1 0, so this term becomes 0. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താ 3 plus 1, it is 4. 4 is equal to 2a, that is a is equal to 4 by 2, it is 2. So the answer is 2. Okay, അപ്പോൾ നമുക്ക് എ എന്താണെന്നുള്ളത് കിട്ടി. Now we have to find the values of b and c. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുക? കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണം. എന്ത് വരും? 3s plus 1 equal to a into s square, that is a square plus a into 1 is as plus ഇത് മൾട്ടിപ്ലൈ ചെയ്യാം ബി എസ് ഇൻറ്റു എസ്, ദാറ്റ് ഈസ് ബി എസ് സ്ക്വയർ, ബി എസ് ഇൻറ്റു മൈനസ് വൺ എസ് മൈനസ് ബി എസ്. ഇതും അറിയില്ലേ, രണ്ട് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലേ? ബി എസിനെ കൊണ്ട് ഇതും മൾട്ടിപ്ലൈ ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, സിനെ കൊണ്ട് ഈ രണ്ട് ടേംസും മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സി ഇൻറ്റു എസ് ഇസ് സി എസ്, ദെൻ സി ഇൻറ്റു മൈനസ് വൺ എസ് മൈനസ് സി. ഇങ്ങനെ വരും. ഇനി നമുക്ക് ആരെ ഇക്വേറ്റ് ചെയ്യേണ്ട? വി ക്യാൻ ഇക്വേറ്റ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ. ഫസ്റ്റ് നമുക്ക് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. സോ ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് എസ് സ്ക്വയർ എന്ത് കിട്ടുക? ലെഫ്റ്റ് സൈഡിൽ വി ഡോണ്ട് ഹാവ് എനി ടേംസ് ഓഫ് എസ് സ്ക്വയർ, സോ
ഇത് 0. ലെഫ്റ്റ് ഇവിടെ ഒന്നുമില്ല, എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻസേ ഇല്ല, അപ്പം 0. സോ റൈറ്റ് സൈഡിൽ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ഈസ് എ വരുന്നുണ്ട് പ്ലസ് ബി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? വി ഹാവ് എ ഈസ് ഈക്വൽ ടു 2 പ്ലസ് ബി. സോ ബി ഈസ് ഈക്വൽ ടു വാട്ട്? -2. സോ ദിസ് ഈസ് ദി ആൻസർ. സിമിലർലി നമുക്ക് ഇനി അടുത്ത ആര് ഇക്വേറ്റ് ചെയ്യാം? കോയഫിഷ്യൻ്റ് ഓഫ് എസ് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, സോ എസ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡിൽ ഇത് കോയഫിഷ്യൻ്റ് ഓഫ് എസ് ഇസ് 3 ഈക്വൽ ടു, ഇവിടെ എസിൻ്റെ കോയഫിഷ്യൻ്റ് ഇതാ എ വരുന്നുണ്ട്, അഗെയിൻ മൈനസ് ബി വരുന്നുണ്ട്, പ്ലസ് സി. Okay, so 3 is equal to A is 2 minus B is -2 plus C. So 3 is equal to 2 minus -2, 2 plus 2 is 4 is equal to C, which implies, plus C. So C is equal to 3 minus 4, that is -1. Okay, this solve ചെയ്താൽ നിങ്ങൾക്ക് C എന്ത് കിട്ടും? -1 എന്ന് കിട്ടും. സോ നമുക്ക് എന്തൊക്കെ കിട്ടി? എൻ്റെ വാല്യൂ കിട്ടി, ബിൻ്റെ വാല്യൂ കിട്ടി, ആൻഡ് സിൻ്റെ വാല്യൂ കിട്ടി. സോ എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു -2 ആൻഡ് സി ഈസ് ഈക്വൽ ടു -1. എയും ബിയും സി ഒക്കെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ആ ഒരു ഇക്വേഷനിലോട്ട് പോവുക, വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ എന്ത് വരും? L inverse of 3s plus 1 divided by s minus 1 into s square plus 1 equal to എന്തായിരുന്നു? L inverse of a by what? s minus 1 plus b s plus c by s square plus 1. Okay, so this is L inverse of a. എന്താ നമുക്ക് കിട്ടിയത്? A is 2. So 2 by s minus 1 plus L inverse of, നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം, b is -2, right? -2s -1. You see, wait, ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ എ ഇൻറ്റു 1 അല്ലേ, അപ്പോൾ ഇവിടെ എസിൻ്റെ ടേം ഇല്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എസ് സ്ക്വയർ പ്ലസ് 1 അല്ലേ, അപ്പം എ ഇൻറ്റു എസ് സ്ക്വയർ ഈസ് എ സ്ക്വയർ, എ ഇൻറ്റു 1 ഈസ് എ ആണ് വരും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എസിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എ ഇല്ല. ഓക്കെ, minus b, that is minus -2 plus c വരും, that is 3 is equal to 2 plus c, that is c 3 minus 1 ആണ് വരിക. ഓക്കെ, സോ c is equal to 1. നിങ്ങളത് ചെയ്ത് നോക്കുക, എസിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ c is equal to 1 ആണ് വരിക. ഓക്കെ, plus 1 divided by s square plus 1. Again 2 നെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം, 2 into L inverse of 1 by s minus 1 plus L inverse of, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ നമുക്ക്? ഇങ്ങനെ ന്യൂമറേറ്ററിൽ പ്ലസ് വരുമ്പോൾ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. -2 by s into s square plus 1 plus L inverse of 1 by s square plus 1. Okay, now this is 2 into 1 by s minus 1. എന്താണ് അതിൻ്റെ ഇൻവേഴ്സ്? ദി ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 is e raised to t അല്ലേ? s minus 1 എന്നാണ് e raised to t ൻ്റെ ഇൻവേഴ്സ് ആണ്. പ്ലസ് -2 കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുത്താൽ L ഇൻവേഴ്സ് ഓഫ് s by s square plus 1 എന്ന് വരും, പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1 by s square plus 1, അതെന്തിൻ്റെയാണ്? സൈൻ ടിൻ്റെ ആണ് അല്ലേ, sin 1t, it is sin t. So the answer is 2 e raised to t minus 2 into s by s square plus 1 square is cos t plus sin t. So this is the answer.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം, ലാപ്ലേസ് ട്രാൻസ്ഫോംസ് കൃത്യമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കണം. S/S² + 1 എന്ന് പറഞ്ഞാൽ അത് കോസിൻ്റെതാണെന്ന് അപ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരണം. ആൻഡ് 1/S² + 1 ആണെങ്കിൽ ഇത് സൈൻ ആണെന്ന് വരണം മനസ്സിൽ. 1/S - 1 ഇറ്റ് ഈസ് e⁻⁴ ആണെന്ന് വരണം. ഓക്കെ, സോ അതൊക്കെ പഠിച്ചു വെക്കുക. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ കോംപ്ലക്സ് റൂട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യുക. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ആർക്കും ഒരു ഉത്തരവില്ലേ മക്കളെ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായി ഓക്കെ പറ. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആയിന്ന് പറ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. എനി ഡൗട്ട്? ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവർക്കും ക്ലിയർ ആണ്? അഭിരാം മനസ്സിലായോ? ശ്രദ്ധിക്കുന്നുണ്ടോ നീ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. സോ ഇനി നമുക്ക് അപ്പം നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ കഴിഞ്ഞു, ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാണ്. ആൻഡ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഓക്കെ, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം is if f of t is a function, okay, f of t is a function and its Laplace transform is capital F of s. f of t എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് അല്ലേ? കാരണം നമുക്ക് ടി എന്ന് വരുന്ന ഫംഗ്ഷനിലാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വരിക. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഇൻ ടേംസ് ഓഫ് എസ് ആയിരിക്കും അല്ല. അതുകൊണ്ട് നമ്മളതിനെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. സ്മോൾ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ്. ഓക്കെ, അതെപ്പോഴും ഓർത്ത് വെക്കണേ നിങ്ങൾ. ഈ സ്മോൾ എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ സ്മോൾ ജി ഓഫ് ടി എന്ന് പറയുന്നതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെ നമുക്ക് എഴുതാം? ക്യാപിറ്റൽ ജി ഓഫ് എസ്. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ആൻസർ എസ്സിലായിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ എസ്സിൽ പറയുന്നത്. ഓക്കെ, സോ ഹിയർ എഫ് ഓഫ് ടി ഈസ് എ ഫംഗ്ഷൻ ആൻഡ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ബി ഇറ്റ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഓക്കെ, ദെൻ Laplace transform of e raised to at into f of t equal to f of s minus a. ഇതാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. Okay, that is if you want to find the Laplace transform of a function of the form e raised to at into f of t. ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ കൂടെ വേറൊരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. സോ അതിൻ്റെ ആൻസർ എന്താണ്? ഇത്രയേ ഉള്ളൂ, എഫ് ഓഫ് എസ് മൈനസ് എ. സോ എഫ് ഓഫ് എസ് മൈനസ് എ മീൻസ് വാട്ട്? ഇവിടെ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ഓക്കെ, ഇവിടെ എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, എഫ് ഓഫ് ടി എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ്. ഓക്കെ, ആ എഫ് ഓഫ് എസ്സിൽ എസ്സിന് പകരം എസ് മൈനസ് എ കൊടുത്താൽ നിങ്ങളെ ആൻസറായി. വേർ എ ഈസ് വാട്ട്? ദി കോഎഫിഷ്യൻറ്റ് ഓഫ് ടി. ഓക്കെ, സോ ദിസ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. അപ്പോൾ നമ്മൾ ഈ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫോമിൽ നിങ്ങൾക്കൊരു ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫുൾ ഇൻറ്റിഗ്രേറ്റ് ഒക്കെ ചെയ്ത് ആൻസർ ഒന്നും കണ്ടുപിടിക്കേണ്ട. ജസ്റ്റ് യൂസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. സോ ദി ആൻസർ ഇസ് എഫ് ഓഫ് എസ് മൈനസ് എ. ഓക്കെ, ഇതായിരിക്കും ആൻസർ. അപ്പോൾ എഫ് ഓഫ് എസ് മൈനസ് എ എഴുതണമെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എസ് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ സ്റ്റെപ്സ് പോകുന്നത് ഇങ്ങനെയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും.
then first you have to, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനോട് ഒരു ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് റൈറ്റ് എഫ് ഓഫ് ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഈ എഫ് ഓഫ് ടീനെ മാത്രം നിങ്ങളൊന്ന് എടുത്തെഴുതുക. അതേപോലെ തന്നെ എയും എഴുതുക. എ എന്ന് പറഞ്ഞാൽ ദി കോഎഫിഷ്യന്റ് ഓഫ് ടി. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് റൈറ്റ് വാട്ട് എഫ് ഓഫ് ടി കിട്ടിയാൽ ഉടനെ തന്നെ find the inverse of this f of t, that is f of s. ഇതിൻ്റെ എഫ് ഓഫ് ടീൻ്റെ സോറി ഇൻവേഴ്സ് അല്ല, എഫ് ഓഫ് ടീൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇ റേസ് ടു എ ടി എഴുതുക. ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് യുവർ ക്വസ്റ്റ്യൻ. ദെൻ റൈറ്റ് എഫ് ഓഫ് ടി. ആഫ്റ്റർ ദാറ്റ് റൈറ്റ് ദി ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. നിങ്ങൾ എഫ് ഓഫ് ടീൻ്റെ ട്രാൻസ്ഫോം എഴുതുക. ട്രാൻസ്ഫോം എഴുതി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ദി ആൻസർ ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ. ആ ട്രാൻസ്ഫോമിൽ എസിന് പകരം എസ് മൈനസ് എ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടും. സോ ദിസ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഓക്കെ, സോ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താണ്? ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു ടി റേസ് ടു എൻ. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട് ആൻഡ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ അനദർ ഫംഗ്ഷൻ. സോ വി ക്യാൻ യൂസ് വാട്ട്? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. സോ ഇവിടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ചിട്ട് ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വാട്ട്? എന്താണോ നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ദാറ്റ് ഈസ് എഫ് ഓഫ് ടി. സോ ഹിയർ ടി റേസ് ടു എൻ ഈസ് യുവർ എഫ് ഓഫ് ടി. ഓക്കെ, ആൻഡ് എ എന്ന് പറഞ്ഞാൽ എന്താ? എ തന്നെയാണ് ഇവിടെ. ഓക്കെ, എ ഈസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. സോ എഫ് ഓഫ് ടി നമ്മൾ എഴുതി. സോ ബൈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഇതിൻ്റെ ആൻസർ എന്താ? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ചിട്ട് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എഫ് ഓഫ് ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രം ദി ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. ദെൻ ഫൈൻഡ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് മീൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ. What is Laplace transform of t raised to n? It is n factorial divided by s raised to n plus 1. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, സോ എഫ് ഓഫ് എസ് കിട്ടി. ദെൻ റൈറ്റ് വാട്ട്? എഫ് ഓഫ് എസ് മൈനസ് എ. എഫ് ഓഫ് എസ് മൈനസ് എ ഇസ് ഈക്വൽ ടു വാട്ട്? എസിൻ്റെ പ്ലേസിൽ മാത്രം എസ് മൈനസ് എ കൊടുക്കുക. ദറ്റ് ഈസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് മൈനസ് എ ഹോൾ റേസ്ഡ് ടു എൻ പ്ലസ് 1. സോ ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, സോ ദിസ് ഈസ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ആൻഡ് എത്ര എളുപ്പത്തിൽ നിങ്ങളത് കണ്ടുപിടിച്ചു നോക്കുക. ഇ റേസ് ടു എ ടി ഇൻറ്റു ടി റേസ് ടു എന്നിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ബൈ യൂസിങ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ക്ലിയർ? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം മനസ്സിലായോ? ക്ലിയർ ആണോ? Is it clear? പുണ്യക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ, വേറെ ആർക്കും മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഞാൻ ബാക്കിയുള്ളവർ ചെയ്യാം. മനസ്സിലായവർ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ ചെയ്യാം. അനുരാഗ് ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, മനസ്സിലാവാത്തവർ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായവർ ഒന്ന് ഈ പ്രോബ്ലം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് എൽ ഓഫ് ഇ റേസ് ടു 2t ഇൻറ്റു കോസ് ബി ടി. ഓക്കെ, സോ ദിസ് ഈസ് ദി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അനുസരിച്ചിട്ട് എന്താ പറയുന്നത്? എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. അതായത് നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ ഇങ്ങനെ ഒരു ഫോമിലാണ് ഉള്ളത്. അതായത് ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇൻറ്റു വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോമിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് മൈനസ് എ ആയിരിക്കും. ഉറപ്പാണത്. ഓക്കെ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ദി ആൻസർ ഈസ് എഫ് ഓഫ് എസ് മൈനസ് എ. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക?
ഈ ഒരു ഫോമിലാണ് നിങ്ങൾ ക്വസ്റ്റൻ എങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് ടി എന്താണെന്ന് എഴുതുക. സോ എഫ് ഓഫ് ടി ഇസ് വാട്ട്? എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണോ ഇ റേസ് ടു 2t മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ അതാണ് എഫ് ഓഫ് ടി. സോ ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് ബി ടി. ഓക്കെ, അപ്പോൾ അത് കിട്ടി നമുക്ക് എഫ് ഓഫ് എസ് മൈനസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് ടി കിട്ടിയാൽ അടുത്ത് എന്ത് ചെയ്യുക? നിങ്ങൾ അതിൻ്റെ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. അതാണ് എഫ് ഓഫ് എസ്. ഓക്കെ, ഈ എഫ് ഓഫ് എസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? എഫ് ഓഫ് എസ് മൈനസ് എ എഴുതാൻ പറ്റുള്ളൂ. സോ ഹിയർ എ ഈസ് ഈക്വൽ ടു വാട്ട്? എ എന്താണെന്നും കൂടെ നമ്മൾ അറിയണം. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് എഫ് ഓഫ് ടി ആൻഡ് എ. എ എന്താണ്? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിൽ ടിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതാണ് എ. സോ ഹിയർ ദ കോഎഫിഷ്യൻ്റ് ഇസ് 2. സോ എ ഈസ് ഈക്വൽ ടു 2. ഓക്കെ, നൗ എഫ് ഓഫ് എസ് നമുക്ക് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ബി ടി. ഓക്കെ, ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ കോസ് ബി ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ബി ടി ഇസ് വാട്ട്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മൾ പഠിച്ചതാണ്. കോസ് എ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഹിയർ ബി ഇസ് ഇൻസ്റ്റെഡ് ഓഫ് എ, സോ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, നൗ എഫ് ഓഫ് എസ് നമുക്ക് കിട്ടി. ദെൻ വാട്ട്? എഫ് ഓഫ് എസ് മൈനസ് എ ഈസ് ദി ആൻസർ. ഓക്കെ, ഇങ്ങനെ വന്നതിൻ്റെ ആൻസർ ഇത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയർ ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയർ അനുസരിച്ച് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എസ് മൈനസ് എ ആണ്. സോ ഹിയർ എഫ് ഓഫ് എസ് മൈനസ് എ ഇസ് വാട്ട്? എഫ് ഓഫ് എസ് മൈനസ് എ എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ എഫ് ഓഫ് എസ് മൈനസ് 2 ആണ് ഇതിൻ്റെ ആൻസർ വരിക, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്? എസ് മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എഫ് ഓഫ് എസ് ഇസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഈ എഫ് ഓഫ് എസിൻ്റെ പ്ലേസിൽ എസ് മൈനസ് എ കൊടുത്തു, അതായത് എസ് മൈനസ് 2 കൊടുത്തു. അത്രേ വ്യത്യാസമുള്ളൂ. അപ്പം ഈ എഫ് ഓഫ് എസിൽ എസ് കാണുന്നിടയ്ക്കൊക്കെ എന്താക്കുക? എസ് മൈനസ് 2 ആക്കുക. ഇറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ, സോ ഇത് ഈ ഒരു സ്റ്റെപ്പ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയർ ആണെങ്കിൽ എഫ് ഓഫ് ടി ആദ്യം എഴുതുക, എയും എഴുതുക. എഫ് ഓഫ് ടി കിട്ടിയാൽ എഫ് ഓഫ് എസ് എഴുതുക. എഫ് ഓഫ് എസ് കിട്ടിയാൽ എഫ് ഓഫ് എസ് മൈനസ് എ എഴുതുക. എഫ് ഓഫ് എസ് മൈനസ് എ ആണ് നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുമേ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഫോമിൽ വരുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആയോ അനുരാഗ്? ഈ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ചെയ്തവർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയാതെ ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടാവും? കിട്ടിയോ നിങ്ങൾക്ക് ആൻസർ? അറ്റൻഡൻസ് പറഞ്ഞേ. 1 പ്രസന്റ്. പറ. 2 നിങ്ങൾ തന്നെ പറ. 1 2 2 ആ 3 4 5 6 7 8 9 10 12 13 14 15 16 അശ്വന്ത് 18 18 ആ 19 20 21
22. Deepika, 24. Deepika, 25, 25. 26. 27. 28, 29. 30. 28 ഉണ്ടോ ഷിബിലിയ? ഷിബിലിയ, ഓക്കെ. 29, 30, 31. 32. 33, കിരൺ വേഗം പറ. 33, കിരൺ ആബ്സെന്റാ? 34, 34. 35. 36. 37. 38. 39. 40, 41. സഹൽ സഹലില്ലേ? ഓക്കെ. 41, 42, 41. 43. 44. 45. 46. 47. 48. 49. 50, സാരംഗ് സാരംഗ് പറ, അടുത്തയാൾ പറ. 51, 51. 52. 53. 54. 55, 56, 56. 57. 58. 59. 60. 61, വിശ്രുത് വിശ്രുത് ആബ്സെന്റ് ആണോ? പ്രണവ്, 62. Zelia. 63. Okay, so the absent is a Kiran, Saranga, Shibilia. Right? Shibilia present. Shibilia present. Saranga Kirana illallo? Okay, thank you.